ഒരു സെറ്റ് ഓഫ് ടാർഗറ്റ് വാല്യൂസിനെ ആക്ച്വൽ വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആക്ച്വൽ വേഴ്സസ് ടാർഗറ്റ് ചാർട്ട്സ്, അതും 4 തരത്തിലുള്ള ആക്ച്വൽ വേഴ്സസ് ടാർഗറ്റ് ചാർട്ട്സ് എക്സൽ ഉപയോഗിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സെയിൽസ്, മാർക്കറ്റിംഗ്, ഫൈനാൻസ്, എഡ്യൂക്കേഷൻ എന്നിങ്ങനെ ഏതൊരു മേഖലയിലുമുള്ള പ്രോഗ്രസ്സും പെർഫോമൻസും ഒക്കെ ട്രാക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആക്ച്വൽ വേഴ്സസ് ടാർഗറ്റ് ചാർട്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ടോണി സ്മിത്ത്, ബ്രൂസ്, പീറ്റർ, ഫ്രാങ്ക് എന്നിങ്ങനെ 5 സെയിൽസ് റെപ്പുമാരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന 4 തരത്തിലുള്ള ആക്ച്വൽ വേഴ്സസ് ടാർഗറ്റ് ചാർട്ടുകളാണ് ഈ കാണുന്നത്. അതായത് ഓരോ സെയിൽസ് റെപ്പിൻ്റെയും ആക്ച്വൽ സെയിൽസ് ഫിഗറും ടാർഗറ്റ് ഫിഗറും തമ്മിൽ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കാവുന്ന 4 തരത്തിലുള്ള ചാർട്ടുകൾ. ഇവിടെ ഇപ്പോൾ 5 വ്യത്യസ്ത കാൻഡിഡേറ്റ്സിൻ്റെ സെയിൽസ് ഡേറ്റ പ്ലോട്ട് ചെയ്യാനായിട്ടാണ് ഈ ചാർട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരൊറ്റ കാൻഡിഡേറ്റിൻ്റെ പല ആഴ്ചകളിലെ ഡേറ്റ അല്ലെങ്കിൽ പല മാസങ്ങളിലെ ഡേറ്റ പ്ലോട്ട് ചെയ്ത് കമ്പയർ ചെയ്യാനായിട്ടും ഇത്തരം ചാർട്ടുകൾ ഉപയോഗിക്കാവുന്നതാണ്. സെയിൽസ് ഡേറ്റയ്ക്ക് പുറമെ കോൾസിൻ്റെ ഡീറ്റെയിൽസ്, മാർക്സിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ഡേറ്റ പ്ലോട്ട് ചെയ്ത് കമ്പയർ ചെയ്യാൻ ഇത്തരം ചാർട്ടുകൾ യൂസ് ചെയ്യാം. അതായത് ടാർഗറ്റ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ടാർഗറ്റ് അനുസരിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നവർക്കെല്ലാം തന്നെ ഇത്തരം ചാർട്ടുകൾ പ്രയോജനപ്പെടും. ഇനി ഇത്തരം ചാർട്ടുകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നവയാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം കൂടുതൽ വർക്ക് സ്പേസിനായിട്ട് ഞാൻ ഹൈഡ് ചെയ്തിരുന്ന എക്സൽ റിബൺ അൺഹൈഡ് ചെയ്യുന്നു. ഈ ടേബിൾ നോക്കുക. ടോണി സ്മിത്ത്, ബ്രൂസ്, പീറ്റർ, ഫ്രാങ്ക് എന്നിങ്ങനെ 5 സെയിൽസ് റെപ്പുമാരുടെ ആക്ച്വൽ സെയിൽസ് ഫിഗറുകളും ടാർഗറ്റ് ഫിഗറുകളുമാണ് ഈ കാണുന്നത്. ഇനി ഈ ഡേറ്റ ഉപയോഗിച്ച് ഒരു ആക്ച്വൽ വേഴ്സസ് ടാർഗറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ടാബിൽ പോവുക. ഇൻസേർട്ട് കോളം ഓഫ് ബാർ ചാർട്ട്, 2D കോളം, ക്ലസ്റ്റേർഡ് കോളം. നോക്കുക, ഈ നീല ബാറുകൾ ആക്ച്വൽ ഫിഗേഴ്സിനെയും ഈ ഓറഞ്ച് ബാറുകൾ ടാർഗറ്റ് ഫിഗേഴ്സിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഈ കാണുന്ന വാല്യൂസ് ഈ കോളങ്ങൾക്ക് മുകളിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ചാർട്ട് എലമെൻറ്റ്സ്, ഡേറ്റ ലേബിൾസ്. ഇനി ഈ കാണുന്ന ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഗ്രിഡ് ലൈനിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്. ഇനി ഡേറ്റ ലേബിൾസിനെ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നത് നോക്കാം. ടാർഗറ്റ് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡേറ്റ ലേബിൾസിനെ റെഡ് കളറിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഹോം, റെഡ് ഫോൺ കളർ സെലക്ട് ചെയ്യുന്നു, ബോൾഡ്, ഇറ്റാലിക്. ഇനി ആക്ച്വൽ ഫിഗേഴ്സിന് ഗ്രീൻ ഫോൺ കളർ അപ്ലൈ ചെയ്യാനായിട്ട് ഗ്രീൻ. ഇനി ഈ കാണുന്ന കോളങ്ങളുടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് ടാർഗറ്റ് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓറഞ്ച് കളറിലുള്ള കോളങ്ങളുടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് ഡേറ്റ സീരീസ്, ഫിൽ ആൻഡ് ലൈൻ, ഫിൽ. ഇവിടെ നിന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇനി ഈ കോളങ്ങൾക്ക് ബോർഡർ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫിൽ ആൻഡ് ലൈൻ, ബോർഡർ, റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. ഈ വെർട്ടിക്കൽ ആക്സിസ് ലേബിൾസിനെയും ഹൊറിസോണ്ടൽ ആക്സിസ് ലേബിൾസിനെയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. ബോൾഡ്, ഇറ്റാലിക്. ഇനി ഈ ചാർട്ട് ടൈറ്റിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, ആക്ച്വൽ വേഴ്സസ് ടാർഗറ്റ്. ഇനി ഈ വാല്യൂസ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ടോണിയുടെ ടാർഗറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നു, 35, എൻ്റർ. നോക്കുക, അതിനനുസരിച്ച് ഈ ചാർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ബ്രൂസ് 23. സോ നമ്മൾ ആദ്യം കണ്ട 4 ചാർട്ടുകളിലെ ആദ്യത്തെ ചാർട്ടായി. ഇനി രണ്ടാമത്തെ ടൈപ്പ്, ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ടാബിൽ പോവുക, ഇൻസേർട്ട് കോളം ഓഫ് ബാർ ചാർട്ട്, ക്ലസ്റ്റേർഡ് കോളം, ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യുന്നു. ഇനി ആക്ച്വൽ വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ബ്ലൂ കോളങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് ഡേറ്റ സീരീസ്, സീരീസ് ഓപ്ഷൻസ്, സെക്കൻഡറി ആക്സിസ്. നോക്കുക, 2 കളറിലുള്ള കോളങ്ങളും ഒരൊറ്റ ലൈനിൽ അലൈൻ ചെയ്യപ്പെട്ടത് കാണാം. ഗ്യാപ്പ് വിഡ്ത്ത് കൂട്ടുന്നു. നോക്കുക, 2 കോളങ്ങൾക്കും ഇടയിൽ ചെറിയൊരു സ്പേസ് വന്നാൽ കാണാം. 450, എൻ്റർ.
ഇനി ടാർഗറ്റ് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓറഞ്ച് കളറിലുള്ള കോളങ്ങളുടെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഫിൽ ആൻഡ് ലൈൻ ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. ബോർഡർ റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ രണ്ട് സൈഡിലും വെർട്ടിക്കൽ ആക്സിസ് ലേബിൾസ് വന്നാൽ കാണാം. റൈറ്റ് സൈഡിലുള്ള വെർട്ടിക്കൽ ആക്സിസ് ലേബിൾസ് ഡിലീറ്റ് ചെയ്യുന്നു. ബോൾഡ് ഇറ്റാലിക് ആക്ച്വൽ വാല്യൂ ഒന്ന് മോഡിഫൈ ചെയ്യാണ് 43 എൻ്റർ. രണ്ടാമത്തെ ആക്ച്വൽ വേഴ്സസ് ടാർഗറ്റ് ചാർട്ടായി. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് കോളം ഓഫ് ബാർ ചാർട്ട്, ക്ലസ്റ്റേർഡ് കോളം, ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യുന്നു. ടാർഗറ്റ് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓറഞ്ച് കോളങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് സീരീസ് ചാർട്ട് ടൈപ്പ്, കോംബോ, കസ്റ്റം കോമ്പിനേഷൻ. ടാർഗറ്റ് എന്ന ലേബലിന് നേരെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ലൈൻ വിത്ത് മാർക്കേഴ്സ്. ഓക്കെ. നോക്കുക, കോളങ്ങൾക്ക് പകരം ഒരു ലൈനും മാർക്കേഴ്സും വന്നാൽ കാണാം. ടാർഗറ്റ് വാല്യൂസിനെ സൂചിപ്പിക്കുന്ന ലൈനും മാർക്കേഴ്സുമാണത്. ഈ ലൈനിൻ്റെ ആവശ്യം നമുക്കില്ല. ലൈൻ ഹൈഡ് ചെയ്യാനായിട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് ഡേറ്റ സീരീസ്, ഫിൽ ആൻഡ് ലൈൻ, നോ ലൈൻ. നോക്കുക, ലൈൻ ഹൈഡ് ചെയ്യപ്പെട്ടു. ഇനി ഈ മാർക്കേഴ്സിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാനായിട്ട് ഫിൽ ആൻഡ് ലൈൻ, മാർക്കർ ഓപ്ഷൻസ്, ബിൽറ്റ് ഇൻ, ടൈപ്പ്. ഈ ബോക്സ് സെലക്ട് ചെയ്യുന്നു. ഇനി ഈ ബോക്സിനെ വലുതാക്കാനായിട്ട് സൈസ് കൂട്ടുന്നു. കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഗ്രീൻ, ബോർഡർ അപ്ലൈ ചെയ്യുന്നു, റെഡ്. സോ മൂന്നാമത്തെ ചാർട്ടായി. നാലാമത്തെ ചാർട്ട് ഒരല്പം ഡിഫറൻ്റ് ആണ്. ബാക്കിയുള്ള 3 ചാർട്ടുകളിലും ഓരോ കാൻഡിഡേറ്റിനും ഡിഫറെൻറ്റ് ടാർഗറ്റാണ് ഉണ്ടായിരുന്നത്. അതേസമയം എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരേ ടാർഗറ്റ് വരുമ്പോഴാണ് ഈ ചാർട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. ഈ ടേബിൾ നോക്കുക, 5 കാൻഡിഡേറ്റ്സിനും ഒരേ ടാർഗറ്റ് ആണെന്ന് കാണാം. ഇനി ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് കോളം ഓഫ് ബാർ ചാർട്ട്, ക്ലസ്റ്റേർഡ് കോളം, ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യുന്നു. ടാർഗറ്റ് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ചാർട്ട് ഡിസൈൻ എന്ന ടാബിൽ ചേഞ്ച് ചാർട്ട് ടൈപ്പ്. ടാർഗറ്റ് എന്ന സീരീസ് നെയിമിന് നേരെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ലൈൻ. നോക്കുക, കോളംസ് ഒരു ലൈനായിട്ട് മാറിയത് കാണാം. ഇനി ഈ ലൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് ഡേറ്റ സീരീസ്, ഫിൽ ആൻഡ് ലൈൻ. ഇവിടെ നിന്ന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ലൈൻ ടൈപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡാഷ് ടൈപ്പ്, ഡാഷ് ഡോട്ട്. ഇനി ടാർഗറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് എല്ലാവരുടെയും ടാർഗറ്റ് 35 ആക്കണമെങ്കിൽ ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. 35, കൺട്രോൾ എൻ്റർ. നോക്കുക, എല്ലാ സെല്ലുകളിലെയും വാല്യൂ 35 ആയി. അതോടൊപ്പം ടാർഗറ്റ് ലൈൻ മുകളിലേക്ക് വന്നു. വീണ്ടും 23, കൺട്രോൾ എൻ്റർ. നമ്മൾ ആദ്യം കണ്ട 4 തരത്തിലുള്ള ആക്ച്വൽ വേഴ്സസ് ടാർഗറ്റ് ചാർട്ടുകളായി. ഡേറ്റ അനാലിസിസ് പോലെ തന്നെ പ്രധാനമാണ് ഡേറ്റയെ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാന്നുള്ളത്. അതിന് നമ്മളെ സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടൂളാണ് എക്സൽ ചാർട്ട്. ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ എക്സൽ ചാർട്ട് എന്ന പേരിലുള്ള പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.